ഗൈസ് ഇന്ന് മുടി അച്ചുകുട്ടിയെല്ലാം അടിപൊളിയിട്ട് പപ്പടം പലാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് എന്തായാലും പാർട്ട് 10 ആണ്, ഡേ 3. അപ്പോൾ ഗൈസ് നമുക്ക് ഇന്ന് ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അവസാനം ചെയ്തിട്ടു. അപ്പം അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇതൊരു പാർട്ട് 10 അല്ല, ഇതൊരു ഹോം ടൂറാണ്. മേളത്തെ അതിനിടയ്ക്ക് എന്നെ വിളിച്ചു അച്ഛൻ. എന്താണെന്ന് വെച്ചാൽ ഒരു പഴയ 1 മണിയാകുമ്പോൾ ടിങ്, 1 മണിയാകുമ്പോൾ ടിങ് ടിങ് അങ്ങനെ അടിക്കുന്ന പറ്റുമ്പോഴല്ലേ അത് കാണിക്കാനാണ് കേട്ടോ. അപ്പം ഇതെൻ്റെ ഹോം ടൂർ ആയതുകൊണ്ട് തന്നെ ഹോം ടൂറിലേക്ക് നമുക്ക് കിടക്കാം. ഇത് മേളത്തെ ഹോം ടൂറാണ്. നമ്മൾ തൽക്കാലം ആ ഭാഗത്തേക്ക് ഓക്കെ. ഇവിടെ സ്റ്റാൻഡ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ജെല്ല്, പിന്നെ നമ്മളവിടെ പണി നടക്കുന്നുണ്ടോ, നമ്മുടെ പറമ്പാണത്. ബൊഗേനിൽ നിൽപ്പുണ്ട്, കാണുന്നുണ്ടോ കാനഡ. അപ്പോൾ ഗൈസ് നമ്മൾക്ക് കുറച്ച് ശാന്തമായ ഒരു വോയിസ് നമുക്ക് സംസാരിച്ചാൽ മതി. ഇതാണ് ഗൈസ് നമ്മുടെ ബെഡ്. പുതിയ ബെഡാണ്. ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ചയായിട്ട് അയ്യോ ബെഡ്. പണ്ടത്തെ ബെഡിനാണെങ്കിൽ അധികം വീതിയില്ല, പക്ഷെ ഇത് നല്ല വീതി നേരായിരുന്നു പണ്ടത്തെ ബെഡും. ഇതേപ്പാണ്. ഇവിടെ ഇങ്ങനൊരു അലമാരയുണ്ട്. അമ്മയുടെ കുളിക്കുകയാണ് കേട്ടോ. അപ്പം അമ്മയുടെ അവിടെ ബാത്റൂമുണ്ട്. പിന്നെ ഇതേപോലെ ഇവിടെ ഒരു ഷെൽഫും ആണ്. പിന്നെ നമ്മുടെ ബാബുസാഹിബ് കളിച്ചൊക്കെ തുടങ്ങുന്നതാണ് കേട്ടോ. പിന്നെ കഴിച്ച് ഇവിടെ ഞങ്ങളുടെ പഴയ ബാത്റൂമാണ്, ഇതിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മയുടെ ഒരു തയ്യലിൻ്റെ സ്ഥലമുണ്ട്. ഇവിടെ കുറേ പാവകളാണ് ഉദ്ദേശിച്ചത്, അച്ചുകുട്ടി. ഇവിടെ സ്റ്റേഴ്സ്, പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഗൈസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാം. അപ്പം ഇവിടെ ഒരു മിറർ, പഴയ സോഫ ആണ് ഇത്. പിന്നെ ഇവിടെ ഒരു ബെഡ് തന്നെ ഉണ്ട്, ബെഡ്. അപ്പം കുറേ തുണികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാം ഇടാനുണ്ട്. 2 ബെഡുണ്ട് കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞ അത്തിമിൻ്റെ റൂമിലാണ്. സോ നമ്മൾ ഗസ്റ്റ്സൊക്കെ വരുമ്പോൾ നമ്മൾ ഇവിടെയാണ് വെക്കാറ്. പിന്നെ ഇത് അച്ഛൻ്റെ അമ്മയുടെയും സ്ഥലമാണ്, അച്ഛൻ്റെ ഇത് അമ്മയുടെ സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇവിടെ ചേച്ചി അതുല്യ ചേച്ചി ഇങ്ങോട്ട് വരുമ്പോൾ ചേച്ചിയുടെ പഴയ ഡ്രസ്സൊക്കെ ഇവിടെ കാണും. ഇപ്പോൾ ചേച്ചി വന്നില്ലെങ്കിൽ ചേച്ചിക്ക് ഇവിടെ വരാമല്ലോ എന്നുള്ളത് പോലെ. കഴിച്ച് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഞങ്ങളുടെ ഈ ഒരു സംഭവമുണ്ട്, എന്താ ഇതിൻ്റെ പേര്, എക്സസൈസ് ചെയ്യുന്ന മെഷീൻ. പിന്നെ പണ്ടത്തെ ഒരു സാധനമുണ്ട്, അതിലിത് ചെറുതിയൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ബ്രൗൺ കളർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കി നല്ല വ്യൂ ആണ്, ഇഷ്ടമാണ്. പിന്നെ ഇവിടെ മറ്റേ പൂജാമ്പുരിയുടെ ഗ്ലാസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മാങ്ങയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ പാർട്ട് 2 ആയിട്ട് വരാം ഗൈസ്. ബൈ ബൈ.